ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഈ ചക്ര കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ നമ്മുടെ ശരീരത്തിൻ്റെ 7 ചക്രങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ വീടിനും 7 ചക്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഓരോ ചക്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഓരോ വീഡിയോ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചക്രമായ സഹസ്രാരം എന്ന ചക്രം. സഹസ്രാര എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നമ്മുടെ ഹെഡ് ചക്ര എന്ന് പറയില്ലേ, അപ്പോൾ അതിന് ക്രൗൺ ചക്ര എന്നാണ് സാധാരണ പറയുന്നത്. ആ ക്രൗൺ ചക്ര വീടിനെ സംബന്ധിച്ച് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് സോണിലാണ് ഈ ക്രൗൺ ചക്ര ഇരിക്കുന്നത്. അപ്പോൾ ക്രൗൺ ചക്ര അറിയാം, അവിടെ ഫങ്ഷൻ എന്ന് പറയുന്ന സ്പിരിച്വൽ കണക്ഷൻ, ഡിവൈൻ കണക്ഷൻ, ഇതൊക്കെയാണ് നമുക്ക് വീടിൻ്റെ ഡിവൈൻ സെൻറ്റർ അല്ലെങ്കിൽ ഈശാനം ദേവതാസ്ഥാനം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഹയർ പർപ്പസിലുള്ള എല്ലാ ഹയർ ഡിസിഷൻസൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഐഡിയലായിട്ടുള്ള പൊസിഷനാണ് ഈ നോർത്ത് ഈസ്റ്റ് സോൺ അഥവാ സഹസ്രാര ചക്രം ഇരിക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അവിടെ ബ്ലോക്കേജ് വന്നാൽ, ആ ചക്രം ബ്ലോക്കായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് ബ്ലോക്കേജ് എങ്ങനെ ഉണ്ടാവുന്നു? ടോയ്ലറ്റ് വന്നാൽ ബ്ലോക്ക് ഉണ്ടാവാം, കിച്ചണിന് ഒരു ബ്ലോക്കേജ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മളിപ്പോഴത്തെ കേരള വാസ്തുവിൽ മാത്രം മനുഷ്യാലയ ചന്ദ്രികയിൽ പർജന്യത്തിൽ കിച്ചൺ ആവാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ചില നോർത്ത് ഈസ്റ്റിൽ ഒരുപാട് കിച്ചൺ കൊടുക്കുന്നുണ്ട്. അതിപ്പോഴും കേരളത്തിൽ മാത്രം ഫോളോ ചെയ്യുന്നൊരു പ്രിൻസിപ്പിളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിച്ചണിനെ ഒരു സഹസ്രാരം ബ്ലോക്കാവുന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഹെവി സ്ട്രക്ചേഴ്സ് ലോഡുകൾ വരുന്നതും ഒരു ബ്ലോക്ക് ഫാക്ടറാണ്. പിന്നെ ക്ലോസ് ചെയ്തിരിക്കുക, ഡാർക്കായിട്ടിരിക്കുക എന്നുള്ള അവസ്ഥയും സഹസ്രാരം ബ്ലോക്കാവുന്നൊരവസ്ഥയാണ്. പിന്നെ അങ്ങനെ ബ്ലോക്കാകുമ്പോൾ എന്താണ് അതിൻ്റെ ഫലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലായ്മ, ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ലായ്മ, സമാധാനക്കുറവ്, അതുപോലെ തന്നെ എപ്പോഴും കൺഫ്യൂഷൻ, തടസ്സങ്ങൾ, ഇതെല്ലാം വരുന്നത് ഈ ഒരു നോർത്ത് ഈസ്റ്റ് സോണിൽ ഈ ചക്രം ബ്ലോക്കായാൽ വരും. സ്പിരിച്വൽ ഡിസ്കണക്ഷനാണ്, അതായത് ദൈവികമായിട്ടുള്ള ഒരു ദൈവാനുഗ്രഹക്കുറവ് നമുക്ക് വരാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് സോൺ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, അതിൻ്റെ ചക്രയുടെ ആംഗിളിൽ കൂടെ ഞാനത് പറയുന്നതേ ഉള്ളൂ. സഹസ്രാരം ഇരിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാവാത്ത രീതിയിൽ ഇരിക്കട്ടെ, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ വരട്ടെ എല്ലാം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.